ആന എഴുന്നള്ളത്തിലെ മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉപഹർജി ഹൈക്കോടതി തള്ളി. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. ആന എഴുന്നള്ളത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് ഇതിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് അടക്കം ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയത്. ഇന്ന് ഈ ഉപഹർജി പരിഗണിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തുക, അതോടൊപ്പം തന്നെ മാർഗനിർദ്ദേശങ്ങളിൽ യാതൊരു തരത്തിലും ഇളവ് അനുവദിക്കാനാകില്ല എന്നുള്ളൊരു നിലപാട് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും P ഗോപിനാഥും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കുകയും ഉപഹർജി തള്ളുകയും ചെയ്തിട്ടുണ്ട്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം ഭാരവാഹികളും ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിരുന്നു. അതായത് 15 ആന എഴുന്നള്ളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഉപഹർജി. അതിനു വേണ്ടിയിട്ട് ഈ ദൂരപരിധി സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇളവ് വേണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അതിലും ഹൈക്കോടതി അനുകൂലമായിട്ടുള്ള ഒരു സമീപനം എടുത്തിട്ടില്ല. കാരണം നിലവിൽ ആന എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ആന എഴുന്നള്ളിക്കാനുള്ള സ്ഥലം, അതിന്റെ പരിമിതി നോക്കിക്കഴിഞ്ഞാൽ 9 ആനകൾക്ക് എഴുന്നള്ളത്തിന് വേണ്ടിയിട്ട് മാത്രം നിർത്താനുള്ള സ്ഥലം മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 15 ആനകളെ അവിടെ എങ്ങനെ എഴുന്നള്ളിക്കുമെന്നുള്ളൊരു ചോദ്യമാണ് ഹൈക്കോടതി ഇന്ന് ഉന്നയിച്ചത്. ജനങ്ങളുടെ സുരക്ഷ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ആന ഇല്ലെങ്കിൽ ആചാരങ്ങൾ മുടങ്ങുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. 15 ആനകളെ എഴുന്നള്ളിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ഏത് ആചാരത്തിന്റെ ഭാഗമെന്നാണ് ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചത്. അത് ആന ഇല്ലെങ്കിൽ ഹിന്ദുമതം തകരുമോ എന്ന് പറയാനാകുമോ എന്നും ഹൈക്കോടതി ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ആന എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് അനിവാര്യമായ ആചാരമായി കണക്കാക്കാനാകില്ല എന്നുള്ള നിലപാടിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയാണ് ഹൈക്കോടതി. അതോടൊപ്പം തന്നെ ഈ ദൂരപരിധി 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലപരിധി പാലിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശം. അത് പാലിച്ചല്ലാത്ത രീതിയിൽ എഴുന്നള്ളത്തിന് അനുമതി കൊടുക്കരുതെന്നാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിരിക്കുന്നത്. ഈ പൂർണ്ണത്രയീശ ക്ഷേത്ര എഴുന്നള്ളത്തിന്റെ ഉള്ള ആ ഒരു സ്ഥലം പരിശോധിക്കുകയാണെങ്കിൽ ആ 15 ആനകൾക്ക് നിൽക്കാനായിട്ട് ഈ 3 മീറ്റർ സ്ഥല പരിമിതി അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെ സാധിക്കില്ല. ഇത് തന്നെയാണ് ക്ഷേത്രം ഭാരവാഹികൾ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അതിനിടയിൽ തന്നെ ഈ വിഷയം പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി ഈ ആന പരിപാലനവുമായി ബന്ധപ്പെട്ട വിദഗ്ധനെ ഓൺലൈനായിട്ട് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി തേടിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ആനകളുടെ 4 വശങ്ങളിലും 3 മീറ്റർ ദൂരപരിധി വെക്കണം. കാരണം അല്ലെങ്കിൽ 2 ആനകൾ അടുപ്പിച്ച് നിന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇടയാനുള്ള സാധ്യത കൂടുതലാണെന്നായിരുന്നു വിദഗ്ധന്റെ അഭിപ്രായം. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് മാർഗനിർദ്ദേശങ്ങളിൽ യാതൊരു തരത്തിലും, പ്രത്യേകിച്ച് ആനകൾ തമ്മിലുള്ള അകലം സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശത്തിൽ അടക്കം ഇളവ് അനുവദിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉപഹർജി ഹൈക്കോടതി തള്ളി. അതോടൊപ്പം തന്നെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന്റെ ഹർജി ഹൈക്കോടതി പിന്നീട് വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.